ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം 1 ശ്ലോകം 2 ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മം എന്നുള്ളത് ദുർലഭമായ ഒരു വസ്തു തന്നെയാണ്. ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുക. ഈ ഗുരുവായൂരപ്പനെ നമുക്ക് സുലഭമായി ലഭിച്ചിട്ടും ആളുകൾ എന്താ ചെയ്യണത് വെച്ചാൽ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും വേറെ വല്ലതിനെയും ആശ്രയിക്കുന്നു എന്ന്. എന്നാൽ മേൽപ്പത്തൂരിനെ പോലുള്ള ആളുകൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട് സർവാത്മാവായ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഗുരുവായൂരപ്പനെ ഭജിച്ച മേൽപ്പത്തൂരിൻ്റെ കണ്ണിലെ ഗുരുവായൂരപ്പനെ മാത്രം ഭജിച്ചാൽ മതി എന്നുള്ള നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും മാറാൻ നമുക്ക് ഗുരുവായൂരപ്പനെ മാത്രം ഭജിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈശ്വരൻ സ്നേഹസ്വരൂപമാണ്. ഭക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം ശ്രമിക്കണം. അത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നിറയെ നാമം ജപിക്കണം. നമുക്ക് ശാന്തിയും ആനന്ദവും നേടാൻ ആ ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിയണമെങ്കിൽ നമ്മൾ നാമം ജപിക്കണം, സത്സംഗങ്ങൾ കൂടണം. അങ്ങനെ നമുക്ക് നമ്മുടെ ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ശ്ലോകം: ഏവം ദുർലഭ്യവസ്തുന്യഭി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാവാചാ ദിയാ വാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസ വിശ്വപീഡാവഹത്യേ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ശ്ലോകത്തെ പറ്റി പറഞ്ഞിട്ട് ശ്ലോകം ചൊല്ലുമ്പം ഒന്നും കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലുമ്പോൾ അതിന് ആത്മാർത്ഥമായിട്ട് മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കും വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഈ ശ്ലോകം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നുക എന്താ വെച്ചാൽ അയ്യോ നന്നായിട്ട് ഗുരുവായൂരപ്പനെ നന്നായിട്ട് ഭജിക്കാനുള്ള ആ ഒരു ഒന്നും കൂടി നമുക്ക് ആ പ്രാപ്തി ഉണ്ടാക്കി തരും. ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനും കുറേ നേരം ഭജിക്കാനും മനസ്സിൽ കൂടുതൽ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാനും ഒക്കെ ഉള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാക്കി തരും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുക കേൾക്കുക, എത്ര കേട്ടാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നാരായണീയം നമ്മൾ കേൾക്കും ഭജിക്കും ഒക്കെ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ വീട്ടിൽ ഒരു വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുക. നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലി നമുക്ക് വിഷമം എന്തെങ്കിലും വന്നു പറഞ്ഞ് നമ്മൾ വിട്ട് കളയരുത്. വീണ്ടും ഭഗവാനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഭഗവാനെ ചേർത്ത് പിടിക്കുക തന്നെയാണെന്ന് കണ്ടാൽ ഭഗവാൻ നമ്മളെ വിട്ടു പോവുകയില്ല. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.